നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പനത്തടിയിൽ തിരുവോണ ദിവസം പിതാവിന്റെ ക്രൂരത. മകളെയും 10 വയസ്സുകാരിയെയും ആസിഡ് ഒഴിച്ചു കൊല്ലുവാൻ ശ്രമം. മഞ്ചേശ്വരത്ത് തിരുവോണ ദിനത്തിൽ വയോധികൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. കർഷകനായ സുബ്ബണ്ണഭട്ടാണ് മരിച്ചത്. ഇടയിലക്കാട്ടിൽ വാനരപ്പടയ്ക്ക് ഇത്തവണയും ഓണസദ്യ. വിളമ്പിയത് 18 ഇനങ്ങളോടുകൂടിയ സദ്യ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. നബിദിന റാലികൾ വർണ്ണശബളമായി. തിരുവോണ ദിനത്തിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ച് അഗ്നി ഫ്രണ്ട്സ് ബദിയടുക്ക. ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നബിദിനത്തിൽ ഓർക്കിഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം നടത്തി. റസൂലിന്റെ വിരുന്ന് എന്ന പേരിലായിരുന്നു പരിപാടി. അംഗൻവാടി കെട്ടിടം പൂട്ടിയിട്ട് 3 വർഷം. ആരിക്കാടി കടവത്തെ കുരുന്നുകൾ ദിനം പ്രതി എത്തുന്നത് ഷെഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലേക്ക്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പനത്തടിയിൽ തിരുവോണ ദിവസം പിതാവിന്റെ ക്രൂരത. മകളെയും 10 വയസ്സുകാരിയെയും ആസിഡ് ഒഴിച്ചു കൊല്ലുവാൻ ശ്രമം. കർണാടക ആനപ്പാറയിലെ KC മനോജാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കായി രാജപുരം പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. പാണത്തൂർ പാറക്കടവിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കർണാടക കരിക്കെ സ്വദേശിനി KM നീനുമോൾ, ബന്ധു പാറക്കടവിലെ മോഹനന്റെ മകൾ 10 വയസ്സുകാരി M മനിയ എന്നിവർക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. അമ്മാവന്റെ പാറക്കടവിലെ വീട്ടിലായിരുന്നു നീനു താമസിച്ചു വന്നിരുന്നത്. നീനുവിന്റെ പിതാവ് കരിക്കെ ആനപ്പാറയിലെ KC മനോജാണ് ആസിഡ് ആക്രമണം നടത്തിയത്. വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന ആസിഡ് കുട്ടികളുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. കൈകാലുകൾക്കും മുഖത്തും ഉൾപ്പെടെ സാരമായി കുട്ടികൾക്ക് പൊള്ളലേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകളും ഭാര്യയും പിണങ്ങി മാറി താമസിക്കുന്ന വിരോധമാണ് സംഭവത്തിന് കാരണമെന്ന് FIR-ൽ പറയുന്നു. സംഭവത്തിൽ വധശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആസിഡ് ആക്രമണം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് രാജപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിക്കായി കർണാടകയിലുടനീളം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഭവങ്ങളുടെ വൈവിധ്യതയിൽ മനുഷ്യരുടെ ഓണസദ്യ കെങ്കേമമാകുന്നത് ആധുനിക കാലത്ത് വലിയ കാര്യമല്ലെങ്കിലും വലിയ പറമ്പിലെ ഇടയിലക്കാട്ടിൽ വാനരപ്പടയുടെ ഓണസദ്യയിൽ 18 ഇനങ്ങളാണ് വിളമ്പിയത്. ഇടയിലക്കാട്ട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കാവിലെ വാനരന്മാർക്ക് ഓണസദ്യ നൽകിയത്. ചക്കയും ക്യാരറ്റും ആവോളം വായ്ക്കകത്താക്കി ഏമ്പക്കമിട്ടാണ് വാനരപ്പട ഓണസദ്യയുണ്ടത്. ഇടയിലക്കാട് കാവിലെ വാനര സംഘത്തിന് ഇത്തവണ 18ാമത് ഓണസദ്യയാണ് നൽകിയത്. കാട്ടുമരത്തിന്റെ കൊമ്പുകൾ കുലുക്കിയും സദ്യയുടെ കൗതുകങ്ങൾ കാണാനെത്തിയവർക്ക് നേരെ കൊഞ്ഞനം കുത്തിയും കുരങ്ങന്മാർ വികൃതികൾ കാട്ടി. കാവിലെ 30ഓളം വരുന്ന വാനരർ മനുഷ്യരോട് ഏറെ ഇണക്കമുള്ളവരാണ്. ഇടയിലക്കാട് കാവിലെ വാനര സംഘത്തിന് ഇത്തവണ 18ാമത് ഓണസദ്യയാണ്. സദ്യ ആരംഭിക്കുമെന്ന് സംഘാടകർ പ്രഖ്യാപിച്ചതിന് 3/4 മണിക്കൂർ മുമ്പ് തന്നെ സദ്യയുണ്ണാൻ കുരങ്ങുകൾ എത്തിയിരുന്നു. സംഘാടനത്തിന്റെ ഭാഗമായി അലങ്കരിച്ച് തൂക്കിയിട്ട പൂക്കൾ വലിച്ചെറിഞ്ഞും ഗ്ലാസ്സിലെ വെള്ളമെടുത്തു കുടിച്ചും അവർ ധൃതി കൂട്ടി. വാനരർക്ക് കഴിഞ്ഞ 2 ദശകക്കാലമായി മുറ തെറ്റാതെ ഉപ്പു ചേർക്കാത്ത ചോറ് വിളമ്പിയ ഇപ്പോൾ അസുഖത്താൽ വിശ്രമജീവിതം നയിക്കുന്ന ചാലിൽ മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ് പഴങ്ങളും പച്ചക്കറികളും ബാലവേദി പ്രവർത്തകരും മുതിർന്നവരും നുറുക്കിയെടുത്തത്. മാണിക്കമ്മ കുട്ടിപ്പടയ്ക്ക് വിഭവങ്ങൾ കൈമാറിയ ശേഷം കാവിനരികിലേക്ക് ഓണപ്പാട്ടുകൾ പാടി കുട്ടികളുടെ ഘോഷയാത്ര. അതിനുശേഷമായിരുന്നു സദ്യ വിളമ്പൽ. മേശയ്ക്കു മുകളിൽ വാഴയിലയിൽ ആദ്യം ഉപ്പു ചേർക്കാത്ത ചോറും പിന്നെ മറ്റ് വിഭവങ്ങളും നിരന്നു. ആർത്തിമൂത്ത ചിലർ വിളമ്പലിനിടയിൽ തന്നെ കലപില കൂട്ടി. ചക്കയോടായിരുന്നു ഏറെ പ്രിയം. അണ്ണാക്കിൽ നിറച്ചും 2 കൈകളിൽ പിടിച്ചും ചക്കപ്രിയം അവർ കാട്ടി. ചക്കയുടെ സീസൺ അല്ലാത്തതിനാൽ കരിവെള്ളൂരിലെ കുണിയനിൽ നിന്നായിരുന്നു സംഘാടകർ ചക്ക കൊണ്ടുവന്നത്. ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരി, ഉറുമാമ്പഴം, പേരയ്ക്ക, സപ്പോട്ട, നെല്ലിക്ക, ചെറുപഴം, വത്തക്ക, പൈനാപ്പിൾ, വെള്ളരി, സബർജില്ലി, മത്തൻ, കോവയ്ക്ക, സർബത്തിൻകായ എന്നീ 18 ഇനങ്ങളാണ് 18ാമത്തെ സദ്യയിൽ വിഭവങ്ങളായി വിളമ്പിയത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസിൽ കുടിക്കാനുള്ള വെള്ളവും നൽകി.
കാവിലെത്തുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രന്ഥശാല സദ്യയൊരുക്കി വരുന്നത്. 18ാം വർഷത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ 18 വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനൊരു സദ്യ ഞങ്ങൾ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരുന്ന സമയത്ത് ഈ കുരങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ, ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ, ഇതൊക്കെ കുരങ്ങൾക്ക് നൽകുന്ന സമയത്ത് ഇതിന്റെ പ്രജനനശേഷി, ഇതിന്റെ പ്രത്യുൽപാദന ശേഷി വലിയ നിലയിൽ കുറഞ്ഞു വരികയും ഇവിടുത്തെ കുരങ്ങിന്റെ എണ്ണം 5 ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടുത്തെ കാവിലെത്തുന്ന സഞ്ചാരികളെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആഘോഷങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലെന്നും സകല ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണെന്നും ഗ്രന്ഥാലയം നടത്തിവരുന്ന വൈവിധ്യമാർന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ, പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം, ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, പ്രസിഡന്റ് കെ സത്യവ്രതൻ, ബാലവേദി കൺവീനർ എം ബാബു, വി റിജിത്ത്, എം ഉമേശൻ, പി വി സുരേഷൻ, വി ഹരീഷ്, കെ വി രമണി, വി വി സിന്ധു, സി ജലജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തെ മിയാപ്പദവ് മതങ്കലിൽ തിരുവോണ ദിനത്തിൽ വയോധികൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. കർഷകനായ സുബ്ബണ്ണ ഭട്ടിനെയാണ് സ്വന്തം വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഭക്ഷണം കഴിച്ച ശേഷം കിടപ്പുമുറിയിൽ വിശ്രമിക്കുകയായിരുന്ന സുബ്ബണ്ണ ഭട്ട് ഭാര്യ രാജമ്മയോട് ചൂടുവെള്ളമെടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഭാര്യ അടുക്കളയിലേക്ക് പോയ സമയം സ്വയം റിവോൾവർ ഉപയോഗിച്ച് നെഞ്ചിലേക്ക് വെടിവെച്ചെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അയൽവാസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. രാവിലെ മഹല്ല് ജമാഅത്തുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലികൾ വർണ്ണശബളമായി. പ്രധാനമായും മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് റാലികൾ നടന്നത്. നാടെങ്ങും അതിവിപുലമായ പരിപാടികളോടെയാണ് നബിദിനാഘോഷം നടന്നുവരുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നബിദിന സന്ദേശ റാലികൾ നടന്നു. നബി കീർത്തനങ്ങളും മദ്ഹ് ഗാനങ്ങളുമായി നീങ്ങിയ റാലിയിൽ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ള ആഭാലവൃദ്ധം ജനങ്ങളും അണിനിരന്നു. ദഫും സ്കൗട്ടും റാലികൾക്ക് മിഴിവേകി. വഴിനീളെ മധുര വിതരണവും പള്ളികളിൽ അന്നദാനവും നടന്നു. ചെർക്കള കൂവത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെയാണ് നബിദിനം ആഘോഷിക്കുന്നത്. നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തൽ ചെർക്കള മൊയ്തീൻ വലിയ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി നിർവഹിച്ചു. തുടർന്ന് നബിദിന റാലി നടന്നു. മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികളും നടന്നു. ചിലയിടങ്ങളിൽ കലാമത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായപ്പോൾ മറ്റിടങ്ങളിൽ വരും ദിവസങ്ങളിലും നടക്കും. നബിദിന യോഗങ്ങളിൽ പ്രമുഖ പണ്ഡിതരുടെ പ്രഭാഷണം, പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നബിദിനത്തിന്റെ ഭാഗമായി മസ്ജിദുകളിൽ മൗലീദ് പാരായണ സദസ്സുകളും സംഘടിപ്പിച്ചു. തെരുവുകളും മസ്ജിദുകളും മദ്രസകളും വീടുകളും ദീപാലങ്കാരമണിഞ്ഞിരിക്കുന്നത് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. അറബിക് കോളേജുകൾ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും മറ്റും റബീഉൽ അവൽ മാസം മുഴുവൻ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഗ്നി ഫ്രണ്ട്സ് ബദിയടുക്കയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനം തിരുവോണ ദിവസം ബദിയടുക്ക ടൗണിൽ നടന്നു. RSS ബദിയടുക്ക ഖണ്ഡ് സംഘചാലക് രമേശൻ കളേരി ഉദ്ഘാടനം നിർവഹിച്ചു. അഗ്നി ഫ്രണ്ട്സ് ബദിയടുക്കയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ പുതിയ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങ് തിരുവോണ ദിവസം ബദിയടുക്ക ടൗണിൽ RSS ബദിയടുക്ക ഖണ്ഡ് സംഘചാലക് രമേശൻ കളേരി നിർവഹിച്ചു. അഗ്നി ഫ്രണ്ട്സ് അധ്യക്ഷൻ അനിൽ കുട്ടൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML മുഖ്യാതിഥിയായി പങ്കെടുത്തു.
BJP ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ PR, ഗോപാലകൃഷ്ണ M, ഗോപാലകൃഷ്ണ വാന്തിച്ചാൽ, ഹരീഷ് ഗോസാഡ, ഹരിപ്രസാദ് പുത്രക്കള, ഹരീഷ് നാരമ്പാടി, നരേന്ദ്ര BN, ഗംഗാധരൻ പള്ളത്തെടുക്ക, ദാമോദര ടൈലർ തുടങ്ങിയവർ സംസാരിച്ചു. അവിനാശ് V. റായി സ്വാഗതവും ഭുവനേശ്വരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാദിയ ദവാ കോളേജ് വിദ്യാർത്ഥി സംഘടന ഓർക്കിഡിന്റെ ആഭിമുഖ്യത്തിൽ റസൂലിന്റെ വിരുന്ന് ഭക്ഷണ കിറ്റ് വിതരണം നടത്തി. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ഹാഷിം അഹ്സനി കല്ലാച്ചി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തപിക്കുന്ന മനസ്സുകൾക്ക് റസൂലിന്റെ വിരുന്ന് എന്ന ശീർഷകത്തിൽ വർഷങ്ങളായി സാദിയ ദവാ കോളേജ് വിദ്യാർത്ഥി സംഘടനയായ ഓർക്കിഡ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന റസൂലിന്റെ വിരുന്ന് ഭക്ഷണ കിറ്റ് വിതരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ദവാ കോളേജ് മുദ്രിസ് ഹാഷിം അസ്ഹനി കല്ലാച്ചി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നടത്തിവരുന്ന ഈ സേവനം പ്രശംസനീയമാണെന്ന് കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജാമിയ സാദിയ അറബിയ ദവാ കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ ഓർക്കിഡിൻ്റെ കീഴിൽ എല്ലാ മീലാദാഘോഷത്തിൻ്റെ ദിവസത്തിലും വഴിയോരത്തും മറ്റും വിശ്രമിക്കുന്ന പാവപ്പെട്ട ആളുകളെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഭക്ഷണ കിറ്റ് വിതരണത്തിൻ്റെ പരിപാടിയുമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഈ ഭക്ഷണ കിറ്റ് പ്രോഗ്രാമിൽ നിരവധി ആളുകൾക്ക് ഞങ്ങൾക്ക് സഹായിക്കാനും മറ്റും സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകരിക്കുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ടൗണിലും ഭക്ഷണപ്പൊതി വിതരണം നടത്തി. അബ്ദുള്ള സാദി കുമ്പള, സിദ്ദിഖ് സാദി ഹെരൂർ, ജാബിർ സഖാഫി, ഓർക്കിഡ് ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, സാമൂഹിക പ്രവർത്തകൻ സുബൈർ പടുപ്പ്, നസീർ മവ്വൽ, സാദിയ ദവാ കോളേജ് ക്യാമ്പസ് ലീഡർ റിഫായി, ജോയിന്റ് സെക്രട്ടറി ഫസൽ റഹ്മാൻ, ഷഹീർ MP തുടങ്ങിയവർ സംബന്ധിച്ചു. സാദിയ ദവാ മുദരിസ് ഹാഷിം അസനിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ 400-ൽ പരം ആളുകൾക്ക് ഭക്ഷണങ്ങൾ നൽകി കൈത്താങ്ങാകുകയാണ്. 4 മഹല്ലുകളിലായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായത്. ഉത്തരേന്ത്യയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും റബിയുൽ അവ്വൽ 12-ന് കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുവെന്ന് ഓർക്കിഡ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് ഫേസ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷി മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് ഫേസ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായി നിൽക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണപ്പെട്ട ഫേസ് അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള അക്ഷയ കെയർ കുടുംബസഹായ ഫണ്ട് ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു. ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AV പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫേസ് ട്രഷറർ CY നിശാന്ത് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് V. മനാസ് നമ്മുടെ നിയമപോരാട്ടം എന്ന വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി 1000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്തിടെ മരണപ്പെട്ട ഫേസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാജശേഖറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ പതാക ഉയർത്തി. നസീർ ആലപ്പുഴ സ്വാഗതവും ലൈജു മോൻ നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരത്ത് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ പുലിവേഷ മത്സരം മഞ്ചേശ്വരം പിലിക്കൊമ്പ് പരിപാടിയുടെ ക്ഷണപത്രികാ പ്രകാശനം നടന്നു. ഉദ്യാവര മാട ശ്രീ അരസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ രാജ വെളിച്ചപ്പാട ആസ്ട്ര ഗ്രൂപ്പ് CEO ലഞ്ചുലാൽ KSന് ക്ഷണക്കത്ത് നൽകി പ്രകാശനം നിർവഹിച്ചു. മഞ്ചേശ്വരം പിലികൊബ്ബു മത്സരം 29-ാം തീയതി തിങ്കളാഴ്ച ഉദ്യാവര മാട മൈതാനത്ത് നടക്കും. ആസ്ട്ര ഗ്രൂപ്പ് CEO ലഞ്ചുലാൽ KSും നമ്മ മീഡിയ ചാനലും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുകൾ സമ്മാനമായി നൽകപ്പെടും. കാസർഗോഡ് ജില്ലയിലെ 7 ടീമുകൾ ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കും. പരിപാടിയുടെ ക്ഷണപത്രികാ പ്രകാശനം ഉദ്യാവര മാട ശ്രീ അരസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിൽ നടന്നു. രാജ വെളിച്ചപ്പാട ലഞ്ചുലാൽ KSന് ക്ഷണക്കത്ത് നൽകി പ്രകാശനം നിർവഹിച്ചു.
നമ്മ മീഡിയ ചാനൽ ഉടമ ജഗദീഷ് മടിവാൾ, അശ്വിനി ML, കിരൺ ഷെട്ടി മാട, ഹരീഷ് മാട, കേശവ കനില, സഞ്ജീവ് ഷെട്ടി മാട, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, നിരഞ്ജൻ മഞ്ചേശ്വർ, സുരേഷ് പി, ആദർശ് BM മാട അംഗങ്ങൾ, മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ഉടമകൾ, നമ്മ മീഡിയ ചാനൽ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഗ്രീൻ സ്റ്റാർ ചൗക്കി കുന്നിൽ സംഘടിപ്പിക്കുന്ന 23ാം വാർഷികാഘോഷത്തിൻ്റെയും ദഫ് മത്സരത്തിൻ്റെയും ലോഗോ പ്രകാശനം നടന്നു. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രീൻ സ്റ്റാർ ചൗക്കി കുന്നിൽ സംഘടിപ്പിക്കുന്ന 23ാം വാർഷികാഘോഷത്തിൻ്റെയും ദഫ് മത്സരത്തിൻ്റെയും ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ KA അബ്ദുല്ല കുഞ്ഞി പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് നജീബ് കുന്നിൽ അധ്യക്ഷത വഹിച്ചു. മൂസ ബാസിത്ത്, ഹബീബ് മൂപ്പ, ഷക്കീൽ, അനസ്, മൊയ്തീൻകുട്ടി, ഷിഹാബ്, കലീൽ, റഹ്മാൻ, റിയാസ്, ഇസ്മായിൽ, സലീം, താജുദ്ദീൻ, അച്ചുമുനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നബിദിന റാലിയിൽ പങ്കെടുക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകനായ ഉബൈദുല്ല കടവത്ത് മരണപ്പെട്ട സംഭവം കാസർഗോഡിൻ്റെ വേദനയായി. നബിദിന പരിപാടിയിൽ സംബന്ധിക്കുവാൻ നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ പള്ളിയിലേക്ക് പോയ ഉബൈദുല്ലയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിലെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനും മേൽപ്പറമ്പ കടവത്ത് സ്വദേശിയും നെല്ലിക്കുന്ന് ബങ്കരക്കുന്ന് കുതൂരിൽ താമസക്കാരനുമായ ഉബൈദുല്ല കടവത്ത് ചെമ്പരിക്ക കാസിയായിരുന്ന CM അബ്ദുല്ല മൗലവിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സമരസമിതിയിൽ മുൻപന്തിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. NCP ശരത് പവാർ വിഭാഗം കാസർഗോഡ് ബ്ലോക്ക് മുൻ പ്രസിഡന്റും നിലവിൽ ജില്ലാ നിർവാഹക സമിതി അംഗവുമാണ്. ജില്ലാ ജനകീയ നീതിവേദിയുടെയും നിരവധി സംഘടനകളുടെയും സജീവ സാന്നിധ്യം വഹിച്ചു. ബങ്കരക്കുന്ന് കുതൂർ റോഡ് നന്നാക്കുന്നതിനായി നിരന്തരം പ്രവർത്തിച്ചു വരികയായിരുന്നു. കടവത്തെ പരേതരായ അബ്ദുൽ റഹ്മാൻ ബി ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. ഫരീദയാണ് ഭാര്യ. ഉനൈഫ്, അബ്ദുല്ല, അബൂബക്കർ സിദ്ദിഖ് എന്നിവർ മക്കളാണ്. അയാദി ക്ലൗഡ് യൂണിവേഴ്സിറ്റിയുടെ മംഗലാപുരം കോർപ്പറേറ്റ് ഓഫീസ് തൊക്കോട്ട് റഹ്മത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. അയാദി ക്ലൗഡ് യൂണിവേഴ്സിറ്റിയുടെ മംഗലാപുരം കോർപ്പറേറ്റ് ഓഫീസ് തൊക്കോട്ട് റഹ്മത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന സ്ഥാപനം ഏറെ ഗുണം ചെയ്യുമെന്ന് UT ഖാദർ പറഞ്ഞു. 2060 ലോകത്തിന്റെ മുഖ്യധാരയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ಶೈಕ್ಷಣಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ಆಧುನಿಕ ಮತ್ತು ತಂತ್ರಜ್ಞಾನವನ್ನು ಇವತ್ತು ಬಳಸಿಕೊಂಡು ಅಯಾದಿ ಕ್ಲೌಡ್ ಯೂನಿವರ್ಸಿಟಿಯನ್ನು ಬಹುಶಃ ಇವತ್ತು ಪ್ರಾರಂಭ ಅತ್ಯಂತ ಸಂತೋಷ. ಬಹುಶಃ ಇವತ್ತಿನ ಆಧುನಿಕ ಮತ್ತು ತಂತ್ರಜ್ಞಾನ ಕಾಲದಲ್ಲಿ ಬಹುಶಃ ನಮ್ಮ ವಿದ್ಯಾರ್ಥಿನಿಯರು 2030, 2040 ಅಲ್ಲ 2050, 2060 ವಿಶ್ವದಲ್ಲಿ ಒಂದು ಕಾಂಪಿಟೇಟಿವ್ ಮೋಡ್ ಬರುವಾಗ ಯಾವ ರೀತಿಯ ಮುಖ್ಯವಾಹಿನಿಗೆ ಮೇನ್ ಸ್ಟ್ರೀಮಲ್ಲಿ ಇರಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದ ಇಟ್ಟುಕೊಂಡು ഈ രീതി ഒന്ന് ഓൺലൈൻ ശിക്ഷണ വ്യവസ്ഥ പ്രാരംഭം ಮಾಡಿದ್ದಾರೆ. ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകിയ അയാദി ക്ലൗഡ് യൂണിവേഴ്സിറ്റി ഈ പുതിയ കോർപ്പറേറ്റ് ഓഫീസിലൂടെ മംഗലാപുരത്തും പരിസരങ്ങളിലും പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് അയാദി ക്ലൗഡ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ CEO ഡോക്ടർ അമീർ ഹസൻ പറഞ്ഞു. Such a wonderful event. This is marking a giant leap in the history of Ayadi Cloud University. So now on, Ayadi is going to reach into the breadth and depth of Karnataka, across Karnataka, straight from Mangaluru. We started from Calicut and our headquarters now is in Dubai. Now we are reaching out to different parts of India. Karnataka comes first. So this is going to be a remarkable achievement and a big change, a game changer in our journey. This is part of our women empowerment mission, where the women folks of Dakshin Kannada and the wider Karnataka now will be working from home, teaching children across the world. They are educated, they are capable, we know. We have trust and we really remain thankful to Mangaluru, Dakshin Kannada and the wider Karnataka community for the hospitality they have shown in and for opening up their doors for. അയാദി ക്ലൗഡ് ആർസിറ്റി സമഗ്രമായ വിദ്യാഭ്യാസ പരിപാടികൾ ആരംഭിച്ചു.
കുട്ടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ വിദ്യാഭ്യാസം നൽകുന്നതിനായി അയാദി ക്ലൗഡ് ആർസിറ്റി നിരവധി വിദ്യാഭ്യാസ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉള്ളാൽ ദർഗാ കമ്മിറ്റി പ്രസിഡന്റ് BG ഹനീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഹരേകല ഹജ്ബ, ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബബിത സൂരജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ദേശീയ അധ്യാപക ദിനം. ഹൊസ്ദുർഗ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ മേലത്തിനെ ആദരിച്ചു. ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഹൊസ്ദുർഗ് ലയൺസ് ക്ലബ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ മേലത്തിനെ ആദരിച്ചു. 1992 മുതൽ 23 വർഷക്കാലം അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് നൽകുകയും 3 വർഷം സംസ്ഥാനത്തെ തന്നെ അറിയപ്പെടുന്ന ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ, SSLC പരീക്ഷയിൽ 2000-ഓളം വിദ്യാർത്ഥികളെ പരീക്ഷയെഴുത്തി തുടർച്ചയായ 3 വർഷം 100% വിജയം, സ്കൂൾ കലോത്സവം, കായികമേള തുടങ്ങിയവയിൽ സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ അംഗീകാരത്തിന്റെ ഭാഗമായാണ് ആദരിച്ചത്. തിരുവോണനാളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്ലബ്ബ് പ്രസിഡന്റ് N വിനോദ് കുമാർ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. റീജിയണൽ ചെയർമാൻ നാസർ കൊളവയിൽ മുഖ്യാതിഥിയായി. സെക്രട്ടറി K ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് ആസിഫ് മെട്രോ, PV ഗിരീഷ് കുമാർ, P പ്രദീപൻ, T പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുവൈറ്റിലെ കാസർഗോഡ് ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ആഘോഷിച്ചു. തിരുവോണനാളിൽ ഫഹാഹിൽ കോഹിന്നൂർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കാസർഗോട്ടുകാർ പങ്കെടുത്തു. ഓണവും തിരുനബി ജന്മദിനവും ഒന്നിച്ച് വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നതോടെ ആഘോഷം കെങ്കേമമാക്കി കുവൈറ്റിലെ കാസർഗോട്ടുകാരുടെ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മ. ബദർ മെഡിക്കൽ സെന്റർ മാനേജർ അബ്ദുറസാഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ കുവൈറ്റിലെ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കൊളവയിൽ, മുനീർ കുണിയ, ബാലൻ OV, മുരളി വാഴക്കോടൻ, ശ്രീനിവാസ്, താജു ബോയ്ക്കാനം, നിസാം മുക്കോട്, ഇക്ബാൽ പെരുമ്പട്ട, ജോസ് SM, ഹമീദ്, സമ്പത്ത് മുള്ളേരിയ, സുധാകരൻ, അബ്ദു കടവത്ത്, അഷ്റഫ് കോളിയടുക്കം, ഹസൻ ബല്ല, സുധാകരൻ മുങ്ങത്ത്, കെബീർ തളങ്കര, സിറാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സലാം കളനാട് സ്വാഗതവും കബീർ മഞ്ഞമ്പാറ നന്ദിയും പറഞ്ഞു. തിരുവോണനാളിൽ ഫഹാഹിൽ കോഹിന്നൂർ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്ന ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ച ചങ്ങായിസ് ഓണം 2025 കുടുംബിനികൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധയിനം വിഭവസമൃദ്ധമായ രുചിക്കൂട്ടുകൾ കൊണ്ട് ഓണസദ്യ സമൃദ്ധമായി. സദ്യയ്ക്ക് ശേഷം അരങ്ങേറിയ വിവിധയിനം സൗഹൃദ മത്സരങ്ങൾ പരിപാടിയെ കൂടുതൽ രസകരമാക്കി. കുവൈറ്റിലെ പ്രശസ്ത ഗായകൻ റാഫി കലായുടെ ഓണപ്പാട്ടുകളുടെ ഈരടികളും നബി തിരുമേനിയുടെ മദ്ഹ് ഗാനങ്ങളും കൂടിയായപ്പോൾ വെള്ളിയാഴ്ച അവധി ദിനം ഏറെ രസകരമായി പര്യവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അംഗൻവാടി കെട്ടിടം പൂട്ടിയിട്ട് 3 വർഷം. ആരിക്കാടി കടവത്തെ കുരുന്നുകൾ ദിനംപ്രതി എത്തുന്നത് ഷെഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലേക്ക്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ. ആരിക്കാടി കടവത്ത് നിവാസികൾക്ക് കെട്ടുറപ്പുള്ള അംഗൻവാടി എന്നത് സ്വപ്നം മാത്രമായി 3 വർഷം. കഴിഞ്ഞ 3 വർഷമായി ആരിക്കാടി മത്സ്യമേഖലയിൽ താമസിക്കുന്ന കുട്ടികൾ ആശ്രയിക്കുന്നത് താൽക്കാലിക അംഗൻവാടി എന്ന ഷെഡിനെയാണ്. 50-ൽ പരം കുട്ടികളുണ്ടായിരുന്ന അംഗൻവാടിയിൽ നിലവിൽ 20ഓളം കുട്ടികൾ മാത്രമാണ് എത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഷെഡിലേക്ക് കുട്ടികളെ അയക്കുന്നതിൽ മാതാപിതാക്കളും ആശങ്കയിലാണ്. വിഷയത്തിൽ അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഇർഷാദ് ചാക്കോ പറഞ്ഞു. കേരളത്തിനകത്ത് ഓരോ പഞ്ചായത്തിനകത്തും ഓരോ അംഗനവാടികൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണെല്ലാം കുളിർന്നു പോവുകയാണ്. അത്രയ്ക്കും രസകരമായ നല്ല രീതിയിൽ അംഗനവാടി വരുമ്പോൾ ആരിക്കാടി കടവത്ത് പ്രദേശത്തെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? അവർ മത്സ്യമേഖലയിൽ താമസിക്കുന്നവരായതുകൊണ്ടാണോ? ഒരിക്കലും ഒരു അധികാരികളും, അതായത് ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, സർക്കാരാണെങ്കിൽ സർക്കാർ ചെയ്തു കൊടുത്തേ മതിയാകും. കാരണം അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ അത്ര മോശമാണ്. ഡിജിറ്റൽ അംഗൻവാടികൾ പോലും ഉള്ള ഇക്കാലത്ത് അടച്ചുറപ്പുള്ള അംഗൻവാടിയെങ്കിലും അനുവദിക്കണമെന്നാണ് കടവത്തുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ മയ്യിച്ച ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ ഭാഗമായി സംഘടിപ്പിച്ച പുരുഷ വനിതാ തേങ്ങയേറ് മത്സരം കൗതുകമായി. ക്യാഷ് അവാർഡുകൾക്കായി സംഘടിപ്പിച്ച തേങ്ങയേറിൽ നിരവധി പേരാണ് മത്സരിച്ചത്.
മൈച്ച ഗ്രാമത്തിലെ ഓണാഘോഷത്തിനെത്തിയവരിലെല്ലാം ആവേശം പടർത്തിയ തേങ്ങയേറിലെ പുരുഷന്മാരുടെ വിഭാഗത്തിൽ സി ഗോപിക്കാണ് രണ്ടാം സ്ഥാനം. 2 ദിവസങ്ങളിലായി മൈച്ച ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന ഓണാഘോഷ ഭാഗമായി കാരംസ് മത്സരം, ചെസ്, ചിത്രരചന, സിനിമാ ഗാന മത്സരം, പ്രസംഗ മത്സരം, ഓണത്തിന്റെ ഐതിഹ്യവും കാലിക പ്രസക്തിയും ഉൾപ്പെടുത്തി ക്വിസ്, സ്ലോ സൈക്കിൾ റൈസ്, മ്യൂസിക്കൽ ചെയർ, മിക്സഡ് കമ്പവലി മത്സരം, സിനിമാ ട്രാക്ക് ഗാന മത്സരം എന്നിവ നടന്നു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം ചെറുവത്തൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് MP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മൈച്ച പ്രദേശത്തു നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. നീലേശ്വരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് E ഷജീർ ഉപഹാര സമർപ്പണവും സമ്മാനദാനവും നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി VV കൃഷ്ണൻ, PV ശശിധരൻ, M ശിശുപാലൻ, സുരാജ് മൈച്ച, MV കൃഷ്ണൻ, TP നാരായണൻ, TP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ തുടർച്ചയായ 55ാം ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. തുടർന്ന് കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് അശ്വത് T അധ്യക്ഷൻ വഹിച്ചു. M രാജഗോപാലൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്ത് കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം ചരിത്രകാരൻ ഡോക്ടർ C ബാലന് സമ്മാനിച്ചു. തുടർന്ന് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് SSLC +2 വിദ്യാർത്ഥികളെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, M രാഘവൻ, ശിവജി വെള്ളിക്കോത്ത്, MV രാഘവൻ, ഹമീദ് ചേരക്കാട്, M സുനിൽ, MV ദിലീപ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി MV രത്നകുമാരി സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ രൂപേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ബ്ലാക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിച്ച ഉരിയാട്ടുപെരുമ ഫോക്ക് മെഗാ ഷോ കാണികളിൽ കൗതുകം ഉണർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജോളി യൂത്ത് സെന്റർ അഡോട്ട് വജ്രജൂബിലി ആഘോഷവും ഓണാഘോഷവും നടന്നു. പ്രശസ്ത യുവ ഗായിക ജയരഞ്ജിത ഉദ്ഘാടനം നിർവഹിച്ചു. അഡോട്ട് ജോളി യൂത്ത് സെന്റർ വജ്രജൂബിലി ആഘോഷവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. പ്രശസ്ത യുവ ഗായിക ജയരഞ്ജിത ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കായിക മത്സരങ്ങളും വൈകുന്നേരം നടന്ന ക്ലബ് ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും തുടർന്ന് മെഗാ മ്യൂസിക് നൈറ്റും ശ്രദ്ധേയമായി. അംഗൻവാടി കുട്ടികൾക്കുള്ള മത്സരങ്ങളുടെ സമ്മാനദാനം VV കുഞ്ഞിക്കണ്ണൻ, C ബാലകൃഷ്ണനും മുതിർന്നവർക്കുമുള്ള സമ്മാനം M പൊക്ലനും നിർവഹിച്ചു. ക്ലബ് പരിധിയിലെ LSS വിജയികളെയും അനുമോദിച്ചു. ജനറൽ കൺവീനർ IK പ്രദീപ് സ്വാഗതവും സംഘാടക സമിതി പ്രസിഡന്റ് TP രാജേഷ് അധ്യക്ഷതയും വഹിച്ചു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, VV തുളസി, M ബാലകൃഷ്ണൻ, നാരായണൻ പള്ളിക്കാപ്പിൽ, AV സഞ്ജയൻ, ജിതിൻ KV നിശാന്ത്, ബേബി KK എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV സുരേന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊയ്യക്കര വിവേകാനന്ദ കലാകായിക കേന്ദ്രത്തിന്റെ ഓണാഘോഷം 2025 വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. കുട്ടികളുടെ കായിക കലാമത്സരങ്ങളും നടന്നു. പൊയ്യക്കര വിവേകാനന്ദ കലാകായിക കേന്ദ്രത്തിന്റെ ഓണാഘോഷം 2025 വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും മുതിർന്നവരുടെ കലാകായിക മത്സരങ്ങളും ശ്രദ്ധേയമായി. ക്ലബ് പ്രസിഡന്റ് രൂപേഷ് കല്ലിങ്കാൽ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. വിജയൻ മുണ്ടവളപ്പ്, ദിവാകരൻ KV, ശ്രീധരൻ MV, സത്യൻ വളപ്പിൽ, ബാലൻ C എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി സന്തോഷ് പൊയ്യക്കര സ്വാഗതവും വിഷ്ണു V നന്ദിയും പറഞ്ഞു. ഫ്ലൈ ബലൂൺ, ഇഷ്ടിക ബാലൻസ്, ബലൂൺ റൈസ്, ചാക്ക് റൈസ്, കാച്ചിങ് ചക്ലി, കമ്പവലി മത്സരം, മെഴുകുതിരി തെളിയിക്കൽ, ബലാബലം, കപ്പ് ബലൂൺ റൈസ്, സൂചിയിൽ നൂലുകോർക്കൽ, റൗണ്ടിംഗ് റണ്ണിംഗ്, അംഗൻവാടി കുട്ടികളുടെ മത്സരങ്ങൾ എന്നിവ ശ്രദ്ധേയമായി. തുടർന്ന് സമ്മാനദാനം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പനത്തടിയിൽ തിരുവോണ ദിവസം പിതാവിന്റെ ക്രൂരത. മകളെയും 10 വയസ്സുകാരിയെയും ആസിഡ് ഒഴിച്ചു കൊല്ലുവാൻ ശ്രമം. മഞ്ചേശ്വരത്ത് തിരുവോണ ദിനത്തിൽ വയോധികൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. കർഷകനായ സുബ്ബണ്ണ ഭട്ടാണ് മരിച്ചത്.
ഇടയിലക്കാട്ടിൽ വാനരപ്പടയ്ക്ക് ഇത്തവണയും ഓണസദ്യ. വിളമ്പിയത് 18 ഇനങ്ങളോടുകൂടിയ സദ്യ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. നബിദിന റാലികൾ വർണ്ണശബളമായി. തിരുവോണ ദിനത്തിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ച് അഗ്നി ഫ്രണ്ട്സ് ബദിയടുക്ക. ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നബിദിനത്തിൽ ഓർക്കിഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം നടത്തി. റസൂലിന്റെ വിരുന്ന് എന്ന പേരിലായിരുന്നു പരിപാടി. അംഗൻവാടി കെട്ടിടം പൂട്ടിയിട്ട് 3 വർഷം. ആരിക്കാടി കടവത്തെ കുരുന്നുകൾ ദിനം പ്രതി എത്തുന്നത് ഷെഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലേക്ക്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.